എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഒരു ഇന്ന ഫ്രീക്വൻസി മുതൽ ഇന്ന ഫ്രീക്വൻസി വരെയുള്ളൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആ കാണുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ 0.0035% ആണ്. അപ്പോൾ വളരെ ചെറിയ 0.0035% നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ബാക്കി അതിലുള്ള ആ സ്പെക്ട്രത്തിൽ വരുന്ന ഗാമാ റേസും റേഡിയോ വേവ്സും ഈ പറഞ്ഞ പോലെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് പോലെ തന്നെയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ അറിയുന്ന അറിവ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന 0.0035% റിയാലിറ്റി, ആ ഒരു വിഷ്വൽ, ഈ നമ്മൾ ഈ കാണുന്നതെല്ലാം ആ ഒരു വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ റീജിയനിൽ കിടക്കുന്നു. അപ്പം അതും ഒരു ഫ്രീക്വൻസിയാണ്, ലൈറ്റ് ഫ്രീക്വൻസിയാണ്. നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും എന്താണ്, ഒരു വേവായിട്ട് ഉള്ളതാണ്. നമ്മൾ കാണുന്ന എല്ലാ സാധനവും വേവായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് നിക്കോള ടെസ്ല പറഞ്ഞത് എന്ത്, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സീക്രട്സ് ഓഫ് ദ യൂണിവേഴ്സ് തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻസ്. അതായത് നിങ്ങൾ ആ എനർജി കാര്യങ്ങളെക്കുറിച്ചും വൈബ്രേഷൻസിനെ കുറിച്ചും ഫ്രീക്വൻസിയെക്കുറിച്ചും മനസ്സിലാക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്തിനെ മനസ്സിലാക്കാൻ സാധിക്കുക, യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിനെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ശ്രമിക്കണം, ഈ പറഞ്ഞതുപോലെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞതുപോലെ എനർജിയുടെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞതുപോലെ വൈബ്രേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഷർട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എല്ലാ കളറിനെയും അട്രാക്റ്റ് ചെയ്യുന്ന കളറാണ് ബ്ലാക്ക് അല്ലേ. എല്ലാ കളറുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി മാറും, അത് വൈറ്റായി മാറും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഓരോന്നും എന്താണ്, ഫ്രീക്വൻസിയാണ്. അത് ചേരുമ്പോൾ ഉണ്ടാകുന്നത്, അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ വൈറ്റ് ഷർട്ട് എന്ന് പറയുന്നത് എല്ലാ കളറിനെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കളറാണ്. എല്ലാം ചേരുമ്പോൾ വൈറ്റ് ആകുമെങ്കിലും ആ വൈറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും പ്രതിഫലിപ്പിക്കുന്ന കളറാണ്. ആ വൈറ്റ് ഷർട്ടിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ചുവന്ന് വെളിച്ചടിച്ചു കഴിഞ്ഞാൽ അത് ചുവപ്പായി മാറും അല്ലേ, ആ ചുവപ്പ് കളറായി മാറും. അപ്പോൾ ആ രീതിയിൽ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന കളറാണ്. അപ്പോൾ ഇതെന്താണ്, ബ്ലാക്ക് എന്താണ്, എല്ലാം ആകർഷിക്കുക, എല്ലാം അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന കളറാണ്. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ ചിന്തിക്കുക, ഇതെല്ലാം ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ പറയുന്ന ലോകത്ത് നമ്മൾ കാണുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് ഈ പറയുന്ന റൂമിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഡയമെൻഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ 2 ഡയമെൻഷനുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 1 ഡയമെൻഷൻ കാണാൻ സാധിക്കും. 3 ഡയമെൻഷനുള്ള ആളാണെങ്കിൽ അവർക്ക് 2 ഡയമെൻഷൻ കാണാൻ സാധിക്കും. 4 ഡയമെൻഷനുള്ള ആളാണെങ്കിൽ ആ n-1 എന്ന നിലയിൽ നമുക്ക് 3 ഡയമെൻഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡയമെൻഷനായി കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണാത്ത, കണ്ണിന് ഗോചരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാം എന്താണ്, നിക്കോള ടെസ്ല പറഞ്ഞതുപോലെ എനർജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ പ്രകൃതി, അല്ലെങ്കിൽ ഈ കാണുന്ന ഓരോ വസ്തുക്കളും. ഈ കളർ, നമ്മളൊരു ചുമരിന് പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്, ആ കളറെല്ലാം, അതിനെല്ലാം ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ തുടരുന്നത് കൊണ്ടാണ് ആ കളറായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻ കുറയുമ്പോഴാണ് ആ കളർ മങ്ങിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ കാര്യത്തെ അത്തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ സമുദ്രത്തിൻ്റെ അകത്തോടുള്ള വേവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, തിരമാലകളായിട്ട് വരുന്നത് വേവ്സ് ആണ്. അതുപോലെ സൗണ്ട്, നമ്മൾ പറയുന്ന സൗണ്ട് വേവ്സ് ആണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ പറയാറുണ്ട്, 2 സ്ഥലങ്ങളിൽ നിന്നിട്ട്, 2 അറ്റങ്ങളിൽ നിന്നിട്ടാണ് തൊഴേണ്ടത്, നടുവിൽ നിൽക്കാൻ പാടില്ല. കാരണം എന്താണ്, അതിൻ്റെ ആ ക്രസ്റ്റ് വരുന്നത് ആ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ വേവ്സ് പോലെ വരുന്ന സമയത്ത് അതിൻ്റെ ആ 2 സൈഡിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന, നിക്കോള ടെസ്ല പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ വാസ്തവം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ പ്രകൃതി, എന്താണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.